പരിചയപ്പെടുന്നത് ചെയിൻസോ മാൻ സീസൺ 2 എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് 1 കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. പക്ഷേ അവൾക്ക് എല്ലാം ചെയ്യാൻ പറഞ്ഞതിന് മുന്നേ തന്നെ ഡെഞ്ചിന് ഇപ്പോഴത്തെ പാർട്ണർ ഭീം ഡെഞ്ചി കിടന്നിരുന്ന ആ തറ പൊട്ടിച്ച് വെളിയിൽ വന്നിട്ട് ഡെഞ്ചിനെ കൊണ്ട് അവിടെ നിന്നും എസ്കേപ്പ് ആവും. ഒന്നും കൂടെ പറഞ്ഞാൽ ആ മല മണ്ടേന്ന് താഴോട്ട് ചാടും. അത് കണ്ടതും റേസ് അവളുടെ കഴുത്തിന്റെ പുറകിൽ നിന്നും ഒരു പിന്ന് വലിക്കും. അപ്പോൾ തന്നെ അവിടെ ഒരു ബോംബ് പൊട്ടയാണ്. അപ്പോഴാണ് ഒരു കാര്യം റിവീൽ ആയത്, ഈ റേസർ ഒരു ബോംബ് ഡെവിൾ ആണ്. ഇപ്പോൾ അവള് ഭീമിനെ നോക്കി അലറിയിട്ട് പറയും, എടാ കള്ള, ഡെഞ്ചിനെ എനിക്ക് തിരിച്ചു താടാ എന്നും പറഞ്ഞ് അവളുടെ ബ്ലാസ്റ്റ് എബിലിറ്റി യൂസ് ചെയ്ത് നേരെ ഡെഞ്ചിനെയും ഭീമിന്റെ അടുത്തേക്ക് എടുത്ത് ചാടിയാണ്. അങ്ങനെ അവരുടെ കറക്റ്റ് ഫ്രണ്ടിൽ പോയി ക്രാഷ് ആയ അവള് ഒരു ബ്ലാസ്റ്റും കൂടെ അവരുടെ നേരെ അടിച്ചു പിടിച്ച് ഭീമിന്റെ അടുത്ത് പറയും, നീ ഇപ്പോൾ മര്യാദയ്ക്ക് എനിക്ക് ഡെഞ്ചിനെ തിരിച്ചു തന്നാൽ ഞാൻ നിന്നെ ജീവിക്കാൻ വിടാം, ഇല്ലെങ്കിൽ നീ മരിക്കാൻ റെഡി ആയിക്കോ. പക്ഷേ അപ്പോൾ തന്നെ ഭീമ ഒന്ന് അലറിയിട്ട് അവന്റെ തല ഒരു വലിയ ഷാർക്ക് ഫേസ് ആയിട്ട് കൺവെർട്ട് ആകും. പക്ഷെ അവൻ അടുത്തെത്തിയതും അവന്റെ മൂക്കാമണ്ട നോക്കി റേസ് ഒരു ബ്ലാസ്റ്റ് അറ്റാക്ക് അടിച്ചു വിടും. അതോടെ ഭീമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന 3 പ്രൈവറ്റ് ഡബിൾ ഹണ്ടേഴ്സ് കാണും. അപ്പോൾ തന്നെ അവരുടെ വാക്കി ടോക്ക് എടുത്ത് ഈ നടന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇവന്മാരെ കണ്ട റേസ് അവരുടെ കൈ ഒന്ന് സ്നാപ്പ് ചെയ്ത് ആ 3 എക്സ്പ്ലോഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവൾ അവിടെ നിന്നും ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടത് ഭീം അവിടെ നിന്നും ഡെഞ്ചിനെ എടുത്തുകൊണ്ട് പൊത്തുചാടി ഓടുന്നതാണ്. ഈ സമയത്ത് ആ മലയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ആക്കി കുറച്ച് ഡബിൾ ഹണ്ടേഴ്സുമായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് വെളിയിൽ നിന്നും ഒരുത്തിനകത്തോട്ട് ഓടി വന്നിട്ട് അർജന്റായിട്ട് അവരുടെ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യും. സംഭവം ആ ഭീമ നമ്മളെ ഡെഞ്ചിനെ കൊണ്ട് ഓടി കയറിയത് ഈ ആക്കി നിന്നിരുന്ന ട്രെയിനിങ് ഫെസിലിറ്റിയിലായിരുന്നു. ഇപ്പോൾ ഭീമ അവരുടെ അടുത്ത് പറയും, അവൾ വരുന്നുണ്ട്, ആ ഗൺ ഡെവിളിന്റെ പണ്ടർ ബോംബ് ഡെവിൾ. അപ്പോൾ തന്നെ അവർ ആ ഫെസിലിറ്റിയുടെ വെളിയിൽ ഒരു പെണ്ണ് നടന്നു വരുന്നതായിട്ട് കാണുകയാണ്. അവൾ പറയും, എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്റെ പുറകെ ഒരു ഡെവിൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ ആ ഫെസിലിറ്റിയിൽ ഉണ്ടായിരുന്ന നോമോ എന്ന പേരുള്ള ഒരുത്തൻ അവളുടെ മുഖത്തിലുള്ള വലിഞ്ഞ ചിരി കാണും. സംഭവം അത് ആ ബോംബ് ഡെവിൾ തന്നെയായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആക്കിയും ഫ്രണ്ടും ഡെഞ്ചിനെയും ഭീമിനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും മാറും. സംഭവം അത് നന്നായി, കാരണം ആ ബോംബ് ഡെവിൾ വട്ടുപിടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡെവിൾ ഹണ്ടേഴ്സിനെയും തട്ടയാണ്. ആരെ കൊണ്ടും അവളെ തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആക്കി ഏഞ്ചൽ ഡെവിളിന്റെ അടുത്ത് പറയും, എങ്ങനെയെങ്കിലും നീ ഡെഞ്ചിക്ക് കുറച്ച് ബ്ലഡ് കൊടു. അങ്ങനെ ഏഞ്ചൽ ഡെവിൾ ഡെഞ്ചിക്ക് ചോര കൊടുക്കാൻ തുടങ്ങിയതും ആക്കിക്ക് അവന്റെ ഫ്യൂച്ചർ ഡെവിൾ കൊടുത്തൊരു വിഷം കണ്ട് പെട്ടെന്ന് അവർ ഓടിച്ചിരുന്ന വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടും. കാര്യം താ നിൽക്കുന്നു ആ റോഡിന്റെ ഫ്രണ്ടിൽ ആ ബോംബ് ഡെവിൾ. അതും ചുമ്മാതല്ല, അവളുടെ കയ്യിൽ ആ ഫെസിലിറ്റിയിൽ ഉണ്ടായിരുന്ന 2 ഡെവിൾ ഹണ്ടേഴ്സിനെ തലയും ഇരിക്കുകയാണ്. അവൾ ഇപ്പം പറയും, നിങ്ങൾക്ക് എന്താ ഇതേപോലെ ആവണമെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് ഡെഞ്ചിനെ തന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്നാൽ ആക്കി അപ്പം തന്നെ അവളുടെ സൈഡിൽ കൂടെ കാർ വളച്ചെടുത്തുകൊണ്ട് പോകും. പക്ഷെ അവരുടെ കൂടെ തന്നെ ആ ബോംബ് ഡെവിളും ആ എയറിൽ കൂടെ ബ്ലാസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൾ ആക്കിയുടെ കാറിന്റെ തൊട്ടുപുറകിലുണ്ടായിരുന്ന ഒരു ട്രക്കിന്റെ അകത്ത് ലാൻഡ് ചെയ്യും. ഇപ്പോൾ ഡെഞ്ചി അവന്റെ മയക്കത്തിൽ നിന്ന് വീണിച്ചിട്ട് ആ കാറും കട്ട് ചെയ്ത് ആ ബോംബ് ഡെവിളിന്റെ പുറകെ പ്രാന്തിളവി ഓടും. എന്നിട്ട് അവളെ അടുത്ത് അവൻ ചോദിക്കും, ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും എന്നെ കൊല്ലാനേ നോക്കിയിട്ടുള്ളൂ, അതിന്റെ കൂടുതൽ ഇതാ നീയും, നിങ്ങൾക്കൊക്കെ എന്തിനാണ് ചെയിൻസോ ഡെവിളിന്റെ ഹാർട്ട്, എന്നെ ആർക്കും വേണ്ടേ? അതും പറഞ്ഞ് അവൻ അവളെ ഫുൾ ഫോഴ്സിൽ അറ്റാക്ക് ചെയ്യും. അവൾ തിരിച്ചും. അപ്പോൾ ആ അടിയിൽ ആദ്യം തന്നെ പൊട്ടിയത് അവിടെ നിന്നിരുന്ന ആ ട്രക്കാണ്. അതിനുശേഷം ആ സിറ്റിയിലെ ഓരോ ബിൽഡിങ്ങും ആ ബോംബ് ഡെവിൾ കാരണം പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതിന്റെ കൂടെ തന്നെ ആ സിറ്റിയിൽ ഉണ്ടായിരുന്ന ജനങ്ങളും. അങ്ങനെ അവൾ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് ഡെഞ്ചിനെ 2 കീറും. എന്നിട്ട് അവന്റെ അപ്പർ ബോഡി മാത്രം എടുത്ത് അതിനെയും ബ്ലാസ്റ്റ് ചെയ്യും. എന്നിട്ട് അവന്റെ ബാക്കി ഉണ്ടായിരുന്ന ആ കഴിഞ്ഞ ബോഡി എടുത്തുകൊണ്ട് അവൾക്ക് ചുറ്റും ചത്തടക്കുന്ന ആളുടെ ദേഹത്ത് ചവിട്ടി അവിടെ നിന്നും പോകും. പക്ഷെ അതിലൊരു ശവം വേറെ ആരുമല്ല, നമ്മൾ ആക്കിയാണ്. സംഭവം അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ അവിടെ മരിച്ചതുപോലെ കടന്നതാണ്. അതുകൊണ്ട് തന്നെ അവനെ കടന്നു പോയതും അവൻ ചാടി എണിച്ച് അവളെ ഡെഞ്ചിയെ പിടിച്ചിരുന്ന ആ കൈ അങ്ങ് വെട്ടും. എന്നാൽ അവൻ അവളെ രണ്ടാമത് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ തന്നെ ആ ഫ്യൂച്ചർ ഡെവിൾ ആക്കിക്ക് ഒരു വിഷം കാണിച്ചു കൊടുക്കും. അത് കണ്ടതും അവൻ അപ്പോൾ തന്നെ പുറകിലോട്ട് വലിയും. സംഭവം അതെന്തുകൊണ്ടും നന്നായി, ഇല്ലെങ്കിൽ ആ ബോംബ് ഡെവിളിന്റെ കൗണ്ടർ അറ്റാക്കിൽ ആക്കി ചിതറിപ്പോയേനെ. ഇപ്പോൾ പെട്ടെന്ന് അവൾ ആക്കിയുടെ അടുത്തും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഡെവിൾ ഹണ്ടറിന്റെ അടുത്തും ആ ഫൈറ്റ് നിർത്താൻ പറയും. അതിന് കാരണമായിട്ട് അവൾ പറഞ്ഞത് അവളുടെ ദേഹത്ത് നിന്നും കുറെ ചോര പോയി, ഇനി അവൾക്ക് അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ്. പക്ഷെ അതെല്ലാം അവളുടെ അടവായിരുന്നു. കാരണം ഇപ്പോൾ ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് അവളുടെ ഫ്രണ്ടായ ടൈഫോൺ ഡെവിളും ഒരു വലിയ ജെയിന്റ് ആയിട്ട് മാറിയിട്ട് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ബിൽഡിംഗും കൂടെ ഇടിച്ച് പൊളിച്ചിട്ടിട്ട് ആക്കിയും അവന്റെ ഫ്രണ്ടിനെയും കൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരെയാണ്. ഈ സമയം ആ ഏഞ്ചൽ ഡെവിൾ ഫൈറ്റ് കാരണം മരിക്കാറായി കിടക്കുന്ന ആളുടെ അടുത്ത് പോയി അവരുടെ ലൈഫ് അബ്സർവ് ചെയ്യും. എന്നിട്ട് കീറി പറഞ്ഞ് കിടക്കുന്ന ഡെഞ്ചിയുടെ അടുത്ത് അവൾ ചെന്നിട്ട് അവനെ തിരിച്ച് പഴയതുപോലെ റിക്കവർ ആക്കാൻ വേണ്ടി കുറെ ബ്ലഡ് കൊടുക്കും. അങ്ങനെ അത് കുടിച്ചതും നമ്മുടെ പയ്യൻ പഴയതുപോലെ റിക്കവർ ആവും. അപ്പോൾ തന്നെ ഏഞ്ചൽ ഡെവിൾ അവന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ആ ബോംബ് ഡെവിളിന് നിന്റെ ഹാർട്ട് കൊടുക്കാനാണ് ഇഷ്ടം, അതേ അവളെ കൊല്ലാനാണ്? അത് കേട്ടതും 3 സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് ഡെഞ്ചി പറയും, എനിക്ക് അവളെ കൊന്നാൽ മതി. അങ്ങനെ ഡെഞ്ചിയും ഭീമും ആ ഏഞ്ചൽ ഡെവിളും കൂടെ ചേർന്ന് പ്ലാൻ ഇട്ടിട്ട് ഭീമും മുഴുവനായിട്ടും ഒരു ഷാർക്കായിട്ട് മാറും. അവന്റെ മണ്ടയിലാണെങ്കിൽ ഡെഞ്ചി ഒരു കുതിരപ്പുറത്തിരിക്കുന്നത് പോലെ കയറിയിരിക്കുകയും ചെയ്യും. അങ്ങനെ അവർ 2 പേരും കൂടെ ചേർന്ന് കമ്പനിയായിട്ട് ആ ബോംബ് ഡെവിളിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ടൈഫോൺ ഡെവിളിനെയും ചറപറ എന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ അവർ തിരിച്ചും. ഇതിന്റെ ഇടയിൽ ആ ഏഞ്ചൽ ഡെവിൾ ആ ബോംബ് ഡെവിളിന്റെ അറ്റാക്ക് കാരണം പുറകിലോട്ട് തെറിച്ച് വീണ് മരിക്കാൻ പോകും. പക്ഷെ അത് നേരത്തെ തന്നെ മനസ്സിലാക്കി ആക്കി ആദ്യം അവളെ കയ്യിലും പിന്നെ അവളുടെ ഷട്ടിലും കയറി പിടിച്ച് അവളെ രക്ഷിക്കും. പക്ഷെ അത് കാരണം ആക്കിയിലെ 2 മാസത്തെ ലൈഫ് സ്പാൻ ആണ് കുറഞ്ഞത്. കാരണം അറിയാലോ, ആരാ ഏഞ്ചൽ ഡെവിളിന്റെ ദേഹത്ത് തൊട്ടാലും അവരുടെ ലൈഫ് സ്പാൻ അതനുസരിച്ച് കുറയും. ഇപ്പോൾ ആ ഫൈറ്റിൽ ഡെഞ്ചി ആ ടൈഫോൺ ഡെവിളിനെയും ബോംബ് ഡെവിൾ ആ ഷാർക്ക് ബീമിനെയും ഡിഫീറ്റ് ആക്കും. അത് കാരണം ഇനി ആ ഫൈറ്റിൽ ബാക്കിയുള്ളത്
ഡെഞ്ചിയും റസയും മാത്രമാണ്. ഇപ്പോൾ റസേ പറയും, നിർത്ത്, കീഴടങ്ങിക്കോ, അതാണ് നിനക്ക് നല്ലത്. എന്നാണ് നമ്മളെ പയ്യൻ ചെയിൻസോ ബോയ് ഒരു അടി പോലും പിന്നോട്ടില്ല. അവളെ കൊല്ലാനാണ് അവൻ ഇറങ്ങിയതെങ്കിൽ അവളെ കൊന്നിട്ടേ വടങ്ങോളൂ. അങ്ങനെ കളി കയറിയ ആ ബോംബ് ഡെവിൾ ഒരു ബ്ലാസ്റ്റിൽ ഡെഞ്ചിയുടെ വലത്തെ കൈ പൊട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് അവൾ വീണ്ടും അവന്റെ അടുത്ത് പറയും, നിനക്കിനി ഓടാൻ ഒരു സ്ഥലവും ബാക്കിയില്ല, നീ നിന്റെ മരണത്തെ നേരിടാൻ തയ്യാറായിക്കോ. എന്നാൽ അത് കേട്ടതും ഡെഞ്ചി പറയും, അതിന് മുമ്പ് നീ പുറകോട്ടൊന്ന് നോക്കി. സംഭവം അവിടെ നിന്നിരുന്ന ആ ബിൽഡിങ്ങിന്റെ പുറകിൽ ഒരു കടലാണ്. അങ്ങനെ അത് കണ്ട് ഡിസ്ട്രാക്ട് ആയിട്ട് നിന്ന അവളെ ഡെഞ്ചി അവന്റെ ചെയിൻസോ ഹാൻഡ് ഒരു ചെയിനായിട്ട് കൺവേർട്ട് ചെയ്ത് അത് അവളുടെ ദേഹത്ത് ചുറ്റും. എന്നിട്ട് അവളെ കൊണ്ട് ആ കടലിലോട്ട് എടുത്ത് ചാടും. ആക്ച്വലി ഈ നീന്താൻ അറിഞ്ഞൂടാത്ത ഈ ഡെഞ്ചിനെ നീന്തൽ പഠിപ്പിച്ചതാരാണ്? ഈ ബോംബ് ഡെവിൾ തന്നെ. അങ്ങനെ വെള്ളത്തിൽ വീണതും ആ ബോംബ് ഡെവിൾ അവളുടെ ബ്ലാസ്റ്റിംഗ് പവേഴ്സ് ആക്ടിവേറ്റ് ആക്കാൻ നോക്കും. പക്ഷേ വെള്ളത്തിന്റെ അകത്ത് വെച്ച് എന്ത് സ്പാർക്ക് വരെ. അങ്ങനെ അവർ ആ കടലിന്റെ അടിയിലെത്തിയതും അവർ രണ്ടുപേരുടെയും ബോധം പോകും. അങ്ങനെ പിറ്റേ ദിവസം റസ എണീച്ചത് ഒരു ബീച്ചിന്റെ കരയിലാണ്, അതും ഒരു ഹ്യൂമൻ ഫോമിൽ. ഇപ്പോൾ ഡെഞ്ചിയും അവളുടെ അടുത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾ ചോദിക്കും, നിനക്ക് ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും നീ എന്താ എന്നെ കൊല്ലാത്തത്? അത് കേട്ടിട്ട് ഡെഞ്ചി പറയും, അത് നിന്നെ ഞാൻ കൊല്ലാത്തത് നിന്റെ അടുത്തുള്ള ഇഷ്ടക്കൂടുതലുണ്ടെന്നല്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. കാരണം നിന്നെ കൊന്നാൽ എനിക്ക് ജീവിതകാലം മുഴുവനും സ്വസ്ഥത കിട്ടൂല. എന്നാൽ അത് കേട്ടിട്ട് റസ ഇപ്പോൾ അവൻ്റെ അടുത്ത് പറയും, എന്നാൽ എനിക്കിപ്പോൾ നിന്നെ ഈസി ആയിട്ട് കൊല്ലാം. ഓ, നീ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നു, അറ്റ്ലീസ്റ്റ് എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് മരിക്കാലോ. അത് കേട്ടിട്ട് റസ ചിരിച്ചുകൊണ്ട് രഞ്ജിയുടെ അടുത്ത് പറയും, എനിക്ക് നിന്നെ തുടക്കത്തിലേ ഇഷ്ടമല്ലായിരുന്നു, നിന്റെ ഹാർട്ട് എടുക്കാനുള്ള പ്ലാനിന്റെ ഭാഗമായിട്ട് ഞാൻ നിന്റെ അടുത്ത് ഇഷ്ടമുള്ളതുപോലെ അഭിനയിച്ചതാണ് എന്നും പറഞ്ഞ് ഡെഞ്ചിയുടെ അടുത്ത് കയറി നിന്നിട്ട് അവന്റെ കഴുത്ത് തിരിച്ചു പിടിച്ച് ഓടിച്ചിട്ട് അവിടെ നിന്നും മെല്ലെ നടന്നു പോകും. അത് കണ്ടതും ഡെഞ്ചി അവൾ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവർ മീറ്റ് ചെയ്ത ആ കഫേയിൽ അവസാനമായിട്ട് വരാൻ പറയും. പക്ഷേ റസെ ആ നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടാനുള്ള പരിപാടിയാണ്. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി അവിടെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ഡെഞ്ചി അവന്റെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്ത് അവന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ആ കഫേയിലോട്ട് പോകുന്നതാണ്. ഈ ടൈമിൽ ആക്കിയും കിഷീബിയും ഇന്നലെ ആ സിറ്റിയിൽ നടന്ന ഫൈറ്റിന് ശേഷം അവിടെയുള്ള ഡെഡ് ബോഡീസും തകർന്ന ബിൽഡിംഗും ഒക്കെ ഒതുക്കുന്ന ജോലിയിലായിരിക്കും. അപ്പോൾ കിഷീബി ആക്കിയുടെ അടുത്ത് പറയും, അവിടെ നിൽക്കുന്ന മിക്ക ഓഫീസേഴ്സും USSR മിലിറ്ററി ബ്രാഞ്ചിൽ നിന്നും വന്നവരാണ്. ഇവരുടെ മെയിൻ ജോബ് തന്നെ പിള്ളേരെ പിടിച്ചിട്ട് അവരുടെ ദേഹത്ത് പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തണയാണ്. അതിലൊരാളാണ് റസെ. ഈ ടൈമിൽ റസെ ആ സിറ്റി വിടാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കിയിരിക്കും. പക്ഷേ കുറച്ച് നേരം അവൾ അവിടെ നിന്നിട്ട് ആ വന്ന ട്രെയിനിൽ കയറാതെ ഡെഞ്ചി പറഞ്ഞ ആ കഫേയിൽ തന്നെ പോകാൻ തീരുമാനിക്കും. അങ്ങനെ അവൾ ഒരു ആലിവയുടെ സൈഡിൽ കൂടെ ആ കഫേ ലക്ഷ്യമാക്കി നടക്കുന്ന സമയത്ത് അവളുടെ കാലിന്റെ അടിയിൽ കൂടെ ഒരു കൂട്ടം എലികൾ ഓടാൻ തുടങ്ങും. എന്നിട്ട് അതെല്ലാം കൂടെ റസയുടെ മുന്നിൽ കിടന്ന് തന്നെ ഒരു രൂപമായിട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ആ രൂപം കറക്റ്റായിട്ട് റിവീൽ ആവും. സംഭവം അത് വേറെ ആരുമല്ല, നമ്മളെ മാക്കിമയാണ്. അങ്ങനെ റസേനെ കണ്ടപ്പോൾ തന്നെ മാക്കിമ പറയും, ഞാനൊരു കൺട്രി മൗസ് ആവാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം എനിക്ക് ആളുകളെ പിടിച്ച് കൊല്ലാനാണ് ഇഷ്ടം, അതെനിക്ക് മനസ്സമാധാനം തരും, എനിക്ക് മനസ്സമാധാനം തരുള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ റസെ അവളുടെ കഴുത്തിൽ ആ പിന്ന് ഒടിച്ച് ബോംബ് ഡബിളായിട്ട് കൺവേർട്ട് ആവാൻ നോക്കും. പക്ഷേ ഇതിന് മുമ്പ് റസെ എങ്ങനെയാണ് ആ മലമണ്ടയിൽ വെച്ച് ഡെഞ്ചിയുടെ കൈ എടുത്തത് അതേപോലെ തന്നെ മാക്കിമയും റസയുടെ കൈ വെട്ടും. അപ്പോൾ തന്നെ ആലി വേറെ റൂഫ് ടോപ്പിൽ നിന്ന് ഏഞ്ചൽ ഡബിൾ ഒരു സ്ഫിയർ എടുത്ത് റസയുടെ ചെസ്റ്റിൽ തന്നെ എറിഞ്ഞു കയറ്റും. അങ്ങനെ റസെ ബ്ലഡ് ബ്ലീഡായി മരിക്കാൻ നേരത്ത് ഡെഞ്ചിയുമായിട്ടുള്ള ഫസ്റ്റ് ഡേറ്റിൽ തന്നെ അവൾ എന്തുകൊണ്ടാണ് അവനെ കൊല്ലാത്തത് എന്ന് ആലോചിക്കും. കാരണം ആക്ച്വലി അവൾക്ക് ഡെഞ്ചിനെ ഇഷ്ടമായിരുന്നു. ഈ സമയത്ത് മാക്കിമ ആ ഏഞ്ചൽ ഡബിളിന്റെ അടുത്ത് ആക്കിനെ കൂടെ നിന്റെ കൂടെ കൂട്ടാത്തത് എന്താണെന്ന് ചോദിക്കും. എന്നിട്ട് അവൾ അപ്പോൾ തന്നെ പറയും, ഒരു കണക്കിന് നീ അവനെ കൂട്ടിക്കൊണ്ട് വരാത്തത് തന്നെ നല്ലത്. ഈ സമയത്ത് ആ കഫയ്ക്കകത്ത് ഡെഞ്ചി കുറെ പൂക്കളുമായിട്ട് റസേനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ അവൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവിടെ ഒന്നും അവളെ കണ്ടില്ല. പക്ഷെ അവൾക്ക് പകരം ആ കഫേരകത്ത് കയറി വന്നത് നമ്മളെ പവറാണ്. അവളെ ഡെഞ്ചിയുടെ കയ്യിൽ ആ പൂ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അത് മണത്ത് നോക്കണതിന് പകരം അത് തിന്നാൻ തുടങ്ങും. അത് കണ്ടതും അവൾക്ക് മുന്നേ തന്നെ ഡെഞ്ചി ആ പൂക്കളെല്ലാം അവന്റെ വായിക്കകത്ത് കുത്തിക്കയറ്റും. അങ്ങനെ ഇപ്പോൾ ഡെഞ്ചി വീണ്ടും അവൻ സ്ഥിരം കാണാനുള്ള സ്വപ്നം കാണുകയാണ്. ഇപ്പോഴും പോച്ചത്തെ പറയുന്നുണ്ട്, ഡെഞ്ചി നീ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഡോറ് തുറക്കരുത്. അങ്ങനെ ഇപ്പോൾ ഡെഞ്ചി രാവിലെ അവന്റെ ഉറക്കത്തിൽ നിന്നും എണീക്കും. ഇപ്പോഴും അവനെ റസയെ പറ്റിയുള്ള ചിന്ത വിട്ട് മാറിയിട്ടില്ല. അവൾ ആ നാട് തന്നെ വിട്ട് പോയി കാണുമെന്നാണ് അവൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ദിവസം തന്നെ മാക്കിമ അവനെ അവളെ കൂടെ ഒരു പെയ്ഡ് വെക്കേഷന് ക്ഷണിച്ചതും അവന്റെ ഓഫായി നിന്ന മൂടെല്ലാം ഓൺ ആവും. അവൻ ഇപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ പവർ ഒഴിച്ച് ബാക്കി എല്ലാവരും മാക്കിമേരെ കൂടെ വെക്കേഷന് പോകാമെന്ന് സമ്മതിക്കും. അങ്ങനെ അവർ ആ ടൂറിന് വേണ്ടിയുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതും ഒരു കൂട്ടം ഡെവിൾ ഹണ്ടേഴ്സ് ആ റൂമിലോട്ട് ഇടിച്ചു കയറി വരും. സംഭവം അവരൊരു ന്യൂസും കൊണ്ടാണ് വന്നത്. ലാസ്റ്റ് സിറ്റിയിൽ ഡെഞ്ചിയും റസയുമായിട്ട് നടന്ന ആ ഫൈറ്റ് ഇപ്പോൾ ടെലിവിഷനിൽ കൂടെയും ഇന്റർനെറ്റിൽ കൂടെയും ലീക്കായിരിക്കുകയാണ്. ആ ഫൈറ്റ് കവറപ്പ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ശ്രമം ചീറ്റിപ്പോയി. അങ്ങനെ ചെയിൻസോ മാൻ എന്ന ഒരു ഡെവിൾ ഉണ്ടെന്ന് ഈ ലോകം മൊത്തം അറിയും. അതും ഇപ്പോൾ ആ ഫൈറ്റ് കാരണം ഡെഞ്ചിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. പക്ഷെ അതൊന്നും പവറും ഡെഞ്ചിയും വകവയ്ക്കൂല. എന്നാൽ മാക്കിമ ഇപ്പോൾ പറയും, ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് വെക്കേഷന് പോകാമെന്ന് പറഞ്ഞത് ഒരു കള്ളമായിരുന്നു. കാരണം ഇനി മുതൽ നിന്റെ പുറകെ നിന്റെ ഹാർട്ട് എടുക്കാനായിട്ട് ഫോറിൻ ലാൻഡിൽ നിന്ന് ഓരോ ആളുകളും അസാസിൻസും വരും. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ നിന്നും തൽക്കാലം മാറ്റി നിർത്തേണ്ടതും നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും എന്റെ ഉത്തരവാദിത്വമാണ്. അത് കേട്ടതും ഡെഞ്ചിന് എട്ടും. കാരണം ഇനി കുറച്ച് നാളത്തേക്ക് അവന്റെ വേലത്തരങ്ങളെല്ലാം ഒന്ന് കുറയ്ക്കണം. ഇപ്പോൾ മാക്കിമ ആക്കിയുടെ അടുത്ത് പറയും, നമ്മൾ അടുത്ത വർഷം ആ കണ്ടവിളിഞ്ഞ ഹണ്ട് ചെയ്യാനുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് അവന് മുമ്പേ നീ മരിക്കാതെ നോക്കിക്കോ. ഈ സമയത്ത് ഡെഞ്ചി ഇതിനു മുമ്പ് ഏഞ്ചൽ ഡെവിൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. സംഭവം എല്ലാ ഡെവിൾസും ഈ എർത്തിൽ വെച്ച് മരിക്കുമ്പോൾ അവരെല്ലാം ഹെല്ലിൽ വെച്ച് റിവൈവ് ആവും. പിന്നെ അവിടെ വെച്ചും അവർ മരിക്കുമ്പോൾ അവർ തിരിച്ച് എർത്തിൽ റിട്ടേൺ ആവും. ആ സമയത്ത് അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മ കാണില്ല. ഒരു കാര്യം ഒഴിച്ച് അവർ ഹെല്ലിൽ വെച്ച് മരിക്കാൻ നേരത്ത് ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് ഒരു ചെയിൻസോ ഡെവിളിന്റെയാണ്. ഈ സമയത്ത് അങ്ങ് അമേരിക്കയിൽ 3 പാർട്ട് ടൈം ഡെവിൾ ഹണ്ടേഴ്സ് അവർക്ക് കിട്ടിയ പുതിയ ജോബിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഡെഞ്ചി അണിനെ തട്ടിയിട്ട് അവന്റെ ബോഡി USA
$2 മില്യൺ കൈമാറാൻ. ഇപ്പോൾ അവരെ കൂട്ടത്തില് ഏറ്റവും ഇളയ ഡെവിൾ ഹണ്ടർ ആൾഡോ ആ ജോലിക്കിടയിലെങ്ങാനും താൻ തട്ടിപ്പോവോ എന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കും. അപ്പോൾ അത് കേട്ടിട്ട് അവന് 2 പ്രദേശം പറയും, നമ്മൾ ആ ഗൺ ഡെവിളിന്റെ ഓൺസ്ലോട്ടിൽ നിന്ന് സർവൈവ് ചെയ്തേക്കാണ്. പിന്നീടാണ് ഈ പീറച്ചക്കനെ കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണം. അങ്ങനെ അവര് ജപ്പാനിലോട്ട് പോകാൻ വേണ്ടി പ്രിപ്പയർ ആവുകയാണ്. ഇവന്മാർ ഈ ടീമിന്റെ പേരാണ് ഇമ്മോർട്ടൽ. ഇപ്പോൾ വീണ്ടും കുറെ ദൂരം മാറി ഒരു കാട്ടിന്റെ അകത്ത് ഒരു പെണ്ണും ടൂക്ക എന്ന് പറയുന്ന ഒരുത്തിനും കൂടെ ഒരു ഫോക്സിനെ പിടിച്ച് ഹണ്ട് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ തൊലി ഒരിച്ച് അതിനെ കറിയാക്കി അതിനെ ചോറും കൂട്ടി അടിക്കും. ഇപ്പോൾ ആ പെണ്ണ് ആ ടൂക്കയുടെ അടുത്ത് പറയും, നമ്മളെ ജപ്പാനിലുള്ള ആ 16 വയസ്സാനും പയ്യനെയും ഇതേപോലെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് അങ്ങ് ചൈനയിൽ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ അടുത്ത് ഒരുത്തൻ വന്നിട്ട് പറയും, നിങ്ങൾ എനിക്ക് ഡെഞ്ചി എന്ന പേരിലുള്ള ഒരുത്തനെ പിടിച്ചു തരണം. അവൻ സാധാരണ ഒരുത്തനല്ല, ചെയിൻസോ ഡെവിൾ ആണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം വേണോ ഞാൻ ചെയ്തു തരാം. ഈ സമയത്ത് മാക്കിമ കശീബയുടെ അടുത്ത് പറയും, നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ജർമ്മനിയിലുള്ള അസാസിൻസിനെയാണ്. അങ്ങനെ ഇപ്പോൾ ജർമ്മനിയിൽ ഒരു ഗവൺമെന്റ് ഏജന്റ് ഒരു വയസ്സായ ആളിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഡെഞ്ചിയെ ഹണ്ട് ചെയ്യാനുള്ള മിഷനെ പറ്റി ഇൻഫോം ചെയ്യും. ആ സമയത്ത് ആ കിളവൻ ആ ഏജന്റിന്റെ അടുത്ത് പറയും, ഡെഞ്ചിയെ പിടിക്കണ ജോലി ഞാൻ ചെയ്യണമെങ്കിൽ നീ എനിക്ക് 4 കുട്ടികളെ അറേഞ്ച് ചെയ്ത് തരണം. അതിൽ 3 പേരെ എനിക്കൊരു ഡെവിൾ കോൺട്രാക്ടിന് വേണ്ടിയും ഒരാളെ എന്റെ പേഴ്സണൽ പ്ലഷറിന് വേണ്ടിയും. ഈ ടൈമിൽ നമ്മളെ ഡെഞ്ചി അവന്റെ റൂമിൽ വിഷമിച്ച് കിടക്കുകയാണ്. കാരണം അവന്റെ ഹാർട്ടിന്റെ പുറകെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് എന്ന് അവൻ അറിഞ്ഞുകൂടാ. അതിന്റെ കൂടെ തന്നെ മാക്കിമയായിട്ടുള്ള ആ ട്രിപ്പും ക്യാൻസലായി. അങ്ങനെ വിഷമിച്ച് കിടക്കുന്ന ഡെഞ്ചിയെ കണ്ടതും മാക്കി അവന്റെ ദേഹത്ത് കയറി ഇരുന്നിട്ട് പറയും, നീ ഇങ്ങനെ ഡള്ളാവല്ലേ, ആ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് പോൺ ചെയ്ത് വെച്ചേക്കണേ ഉള്ളൂ, അല്ലാതെ ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ പുറകെ വിടുന്ന എനിമീസിനെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാവരും റീട്രീറ്റ് ആയിക്കോളും. അത് കഴിഞ്ഞാൽ നിനക്ക് പഴയ ദൂരം നടക്കാം. അത് കേട്ടതും ഡെഞ്ചി പറയും, എന്നാൽ നമുക്ക് എന്റെ പുറകെ വിടുന്ന എല്ലാത്തിനെയും തട്ടാം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മര്യാദയ്ക്ക് എന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാലോ. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞ് ഇപ്പോൾ ഡെഞ്ചിയും പവറും ഒരു പാർക്കിന്റെ അകത്ത് നിന്നും സ്നാക്സും കയറ്റിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. ആ ടൈമിൽ ഡെഞ്ചിയുടെ കയ്യിൽ നിന്ന് ഒരു സ്നാക്ക് തറയെ വീഴും. അങ്ങനെ അവൻ അതിനെ തിരിച്ച് തറയിൽ നിന്നും എടുത്ത് കഴിക്കാൻ നോക്കിയതും കുഷാബെ എന്ന പേരുള്ള ഒരു ഡെവിൾ ഹണ്ടർ വന്ന് തടയാണ്. അവൻ പറയും, താഴെ വീണ ഫുഡ് എടുത്ത് കഴിച്ചാൽ അതിൻ്റെ അകത്ത് പറ്റിയ ജെംസ് കാരണം നിനക്ക് ഫുഡ് പോയിസൺ അടിക്കും. എന്നാൽ അത് കേട്ടതും ഡെഞ്ചി ഒരുമാതിരിയാവും. കാരണം അവൻ ഇതിന് മുമ്പ്, അതായത് ഒരു ഡെവിൾ ഹണ്ടർ ആവണതിന് മുമ്പ് ഇതിനെക്കാളും അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണല്ലോ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഡെവിൾ ഹണ്ടേഴ്സും പറയും, തറയിൽ വീണ ഫുഡ് എടുത്ത് കഴിക്കുന്നത് നിന്റെ ഹെൽത്തിന് അത്ര നല്ലതല്ല ഡെഞ്ചി. പക്ഷേ പണ്ട് ഇഗ്നോറന്റ് ആയിട്ടുള്ള ഡെഞ്ചി അതൊന്നും കേൾക്കാതെ അപ്പോൾ തന്നെ അതിനടുത്ത് അവന്റെ വായിക്കാത്ത തിരുമ്പ് കയറ്റും. ആക്ച്വലി ഇപ്പോൾ ഡെഞ്ചിയുടെ കൂടെ ഉള്ളത് അവന്റെ ബോഡി ഗാർഡ്സ് ആണ്. ഈ ടൈമിൽ വേറെ ഒരിടത്ത് ഡെഞ്ചിയുടെ 3 ബോഡി ഗാർഡ്സ് ഡെഞ്ചിയുടെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരാളെ ചോദിക്കും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡെഞ്ചിയുടെ പുറകെ നടക്കാതെ അവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ പോരെ. അത് അടിച്ച് സുബ്രു പറയും, അങ്ങനെ അവനെ ഒളിപ്പിച്ചാലും ബാക്കിയുള്ള ഡെവിൾസ് ഡെഞ്ചിയെ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവർ ഡെഞ്ചി നിൽക്കുന്ന ആ മെയിൻ ഗ്രൂപ്പുമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്ന വഴി അവരെ കറഞ്ഞ വഴിയിൽ കുറച്ച് റോഡ് സ്പൈക്ക് ഇട്ട് ടയർ പഞ്ചറാക്കി ആരോ ക്രാഷ് ആകും. അങ്ങനെ ആ ഇടി കിട്ടിയ ഷോക്കിൽ നിന്ന് സുബ്രു എണിച്ചതും അവൻ കണ്ടത് 3 അമേരിക്കൻ പയ്യന്മാരെയാണ്. അങ്ങനെ അവന്റെ കഷ്ടകാലത്തിന് സുബ്രുവിനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഡെവിൾ ഹണ്ടേഴ്സിനെയും ആ അമേരിക്കൻ അസാസിൻസ് ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് അവരുടെ ഡെഡ് ബോഡീസ് അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കാടിന്റെ അകത്ത് കുടിച്ച് മൂടിയിട്ട് ആ മരിച്ച ഡെവിൾ ഹണ്ടേഴ്സിന്റെ ഫേസ് അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ആ 3 അമേരിക്കൻ അസാസിൻസ് എടുത്തിടും. അതേപോലെ തന്നെ അവന്മാരെ വോയിസും ആ മരിച്ച ഡെവിൾ ഹണ്ടേഴ്സിനെ പോലെ തന്നെ ആക്കിയെടുക്കും. ഈ ടൈമിൽ ഡെഞ്ചിയും ആ ക്രൂവും ഒരു ബർഗർ ഷോപ്പിൽ നിന്ന് ബർഗർ കയറ്റിയാണ്. ഈ സമയത്ത് നമ്മൾ ആ ഫോറസ്റ്റിൽ കണ്ട അസാസിൻ പെണ്ണ് ഒരു നോർമൽ വേഷത്തിൽ ഡെഞ്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൾ ഒരു ആണി എടുത്ത് ഡെഞ്ചിനെ 3 തവണ നൈസായിട്ട് കുത്തും. വേറെ ഒന്നിനുമല്ല, ആ കേസ് ഡെവിളിനെ യൂസ് ചെയ്ത് ഡെഞ്ചിനെ അറ്റാക്ക് ചെയ്യാൻ. ഇനി അവൾ ആണി യൂസ് ചെയ്ത് ഡെഞ്ചിനെ ഒരു തവണ കൂടെ കുത്തിയാൽ ഡെഞ്ചിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. പക്ഷേ ആ സമയത്ത് അതിന് അവൾക്ക് പറ്റിയില്ല. ഇപ്പോൾ വേറൊരിടത്ത് ആ വയലന്റ് ഫെയിനിന്റെ അടുത്തും കബൈനിയുടെ അടുത്തും വേറൊരു വേഷം മാറി വന്ന അമേരിക്കൻ ബോയ്സിൽ ഒരാൾ വന്നിട്ട് പറയും, ടെൻഡോയും സുബ്രുവും മരിച്ചു. ഈ കാര്യം ഉടനെ തന്നെ HQയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് അവരെ കൂടെ ഇപ്പോൾ ഡെഞ്ചി ഇരിക്കുന്ന ഹോട്ടലിലോട്ട് പോകും. അവിടെ എത്തിയതും ആ വേഷം മാറി വന്ന അമേരിക്കൻ ബോയ് ഡെഞ്ചിയെ പരിചയപ്പെടും. ഈ ടൈമിൽ അവർ വന്ന കാറിന്റെ കളർ ഇഷ്ടപ്പെട്ട പവർ, അവൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നും കാർ ഓടിക്കാൻ അറിയാമെന്നും പറഞ്ഞ് ആ കാർ എടുത്ത് ഓടിക്കുന്നതും അതിന്റെ കൺട്രോളിൽ പോയി അത് നേരെ സംസാരിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ അസാസിന്റെ ദേഹത്തും നമ്മുടെ ഡെഞ്ചിയുടെ ദേഹത്തും പോയിരിക്കും. കൊണ്ടുവച്ചിടിയും. അങ്ങനെ ഇടി കഴിഞ്ഞതും പവർ നന്നായി വേർക്കുകയാണ്. കാരണം ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അവൾക്ക് യാതൊരു പിടിയും ഇല്ല. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അവയിട്ടിരുന്ന വേഷം മാറി അവന്റെ ഒറിജിനൽ രൂപത്തിൽ തന്നെ അസാസിൻ തിരിച്ചു വരും. അപ്പോൾ തന്നെ ഡെഞ്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡെവിൾ ഹണ്ടർ അവനെ തിരിച്ചറിയും. ഇവനൊരു അസാസിനാണ്, സ്കിൻ ചേഞ്ചിങ് ഡെവിളുമായിട്ടായിരിക്കും ഇവൻ കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്. അത് കേട്ടതും ഇത്രയും നേരം നിന്ന് വേർത്തെ നമ്മളെ പവർ പറയും, ഇക്കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ മനഃപൂർവ്വം വണ്ടി കൊണ്ടിടിച്ചത്. ഇതെല്ലാം ആ മരിച്ച അസാസിന്റെ പ്രദേശത്ത് കാണുന്നുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ ആലിവയുടെ സൈഡിലോട്ട് മാറി നിന്ന് കരയാൻ തുടങ്ങും. എന്നാൽ അപ്പോൾ തന്നെ അതിലൂടെ തന്നെ ആരുടെ സൈഡിൽ നിന്നും വലിച്ച് താഴെ തള്ളിയിടും. എന്നിട്ട് സ്പോട്ടിൽ തന്നെ അവനെ വേപ്രൈസ് ആക്കി കളയും. സംഭവം ഇത് ചെയ്തത് ജപ്പാനിലെ ഉഷീഡ എന്ന പേരുള്ള ഒരു ഡെവിൾ ഹണ്ടർ ആണ്. എന്നാൽ അത് കണ്ട് നെട്ടി ഉറച്ച് ചെയ്യുന്ന ആ 3ാമത്തെ അസാസിൻ ബ്രദറിനെ കണ്ടപ്പോൾ ഉഷീഡ വിചാരിക്കും അവനൊരു സാധാരണ ബൈസ്റ്റാൻഡർ ആണെന്ന്. അത് കാരണം അവനെ ഒന്നും ചെയ്യാതെ ഉഷീഡ അവിടെ നിന്നും പോകും. ഈ ടൈമിൽ തന്നെ ചൈനയിലുണ്ടായിരുന്ന അസാസിൻ ഗേൾസും ജപ്പാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജർമ്മനിയിലുള്ള കളവനും ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയുടെ നടുവിൽ നിന്ന് വഴിയെ പോകുന്ന ആളുകളുടെ ദേഹത്തോട്ട് അവരെല്ലാം വേറൊരു ഡോൾ പോലത്തെ ക്രീച്ചേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഡെഞ്ചി താമസിക്കുന്ന ആ സിറ്റിയിൽ 4 ഡിഫറന്റ് രാജ്യത്തിൽ നിന്ന് 4 ഡിഫറന്റ് ഗ്രൂപ്പ് അവനെ തട്ടാൻ വേണ്ടിയുള്ള പ്ലാൻസ് സ്കീം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ മാക്കിമ ഒരു പഴയ ബിൽഡിങ്ങിന്റെ അകത്തൂടെ കുറെ ഡോളിനെ പോലെ ഇരിക്കുന്ന ഹ്യൂമൻസിന്റെ അടുത്തൂടെ നടക്കുകയായിരിക്കും. അവളിപ്പോൾ ബീമിന്റെ അടുത്തും പ്രിൻസിന്റെ അടുത്തും പറയും പോയി ഡെഞ്ചിയെ പ്രൊട്ടക്ട് ചെയ്യും, അവനിപ്പോൾ ആപത്തിലാണ്. ഇപ്പോൾ ഒരു പഴയ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ അകത്ത് നിന്ന് ആ ജർമ്മനിയിൽ നിന്ന് വന്ന കളവൻ ഡെഞ്ചിയെ വാച്ച് ചെയ്യുന്നു. എന്നിട്ട് അവന്റെ കൺട്രോളിലുള്ള ഡോൾസിന്റെ അടുത്ത് പറയും ആ ഡെഞ്ചിയുടെ ഗ്രൂപ്പ് ഈ സ്റ്റോറിന്റെ അകത്ത് കയറണതും അവർ അറ്റാക്ക് ചെയ്തോണം. അങ്ങനെ ആ ഡോൾസ് അവന്മാരെ കൈ എടുത്താലും കുന്തം പോലെ കൺവേർട്ട് ആക്കിയിട്ട് ആ ഡബിൾ ഹണ്ടേഴ്സിന് പുറകെ ആ സ്റ്റോറിന്റെ അകത്തോട്ട് കയറും. എന്നാൽ അപകടം നേരത്തെ മനസ്സിലാക്കിയ കുസാബെ ഒരു റിച്വൽ സർക്കിളിന്റെ അകത്ത് കയറി നിന്നിട്ട് ആ വന്ന ഡോൾസിനെ എല്ലാം സ്റ്റോൺ പ്രതിമകളാക്കി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ യുഷിയുടെ ഡെഞ്ചിയുടെ അടുത്ത് പറയും ഈ ഡോളുകൾ നമ്മൾ ധരിച്ചിരിക്കുന്ന തുണിയിൽ തൊട്ടാൽ വരെ നമ്മൾ അവരെ പോലെ ഒരു ഡോളായിട്ട് മാറും, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. അതവൻ പറഞ്ഞ് തീർന്നതും ഒരു കൂട്ടം ഡോൾസ് ആ സ്റ്റോറിന്റെ വിൻഡോയും തകർത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ വരെയാണ്. അവറ്റകളെ കണ്ടതും എല്ലാവരും സെക്കൻഡ് ഫ്ലോറിലോട്ട് ഓടും. എന്നാൽ ആ ഡോൾസ് പെട്ടെന്ന് പവറിനെ കയറി പിടിക്കും. അത് കണ്ടതും നമ്മുടെ ഡെഞ്ചി അതിനെല്ലാം ചവിട്ടി തെറിപ്പിക്കും. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അവർ രണ്ടുപേരും ആ ഡോൾസിനെ പോലെ കൺവേർട്ട് ആയില്ല, കാരണം അവർ ഇമ്മ്യൂൺ ആണ്. ഇപ്പോൾ അവരെ കൂടുതലുണ്ടായിരുന്ന ഒരു ഡബിൾ ഹണ്ടർ പെട്ടെന്ന് ഒരു ഫോക്സ് ഡബിളിനെ സമ്മൻ ചെയ്ത് ആ ഡോൾസിനെ എല്ലാം വൈപ്പോട്ട് ചെയ്യും. ഈ ടൈമിൽ ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്ന ടോക്കയും ഡെഞ്ചി അവളുടെ നെയിലുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതും പോരാനായിട്ട് ഡെഞ്ചിയും ടീമും നിൽക്കുന്ന ആ സ്റ്റോറിന്റെ ബാത്റൂമിന്റെ അകത്ത് ആ അമേരിക്കൻ അസാസിൻസിലെ അവസാനത്തെ ബ്രദറായ ആൾഡോയും ഡെഞ്ചിയെ കൊല്ലാൻ വേണ്ടി തക്കമാതിരിക്കുകയാണ്. പിന്നെ ആ സ്റ്റോറിന്റെ താഴെയായിട്ട് ആ ചൈനയിൽ നിന്ന പെണ്ണുങ്ങളും ഡെഞ്ചിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഫുള്ളോടെ എല്ലാവരും കൂടെ ചേർന്ന് ഡെഞ്ചിയും ടീമിനെ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആ കളവൻ വിട്ട ബാക്കി ഡോൾസ് ആ ഫോക്സ് ഡബിൾസിന്റെ അറ്റാക്കിനെ എല്ലാം ഡോഡ് ചെയ്ത് ഡെഞ്ചിയുടെ അടുത്തോട്ട് പോകും. അത് കണ്ട ആഞ്ചൽ ഡബിൾ ഒരു സ്കോഡ് സമ്മൻ ചെയ്ത് ആ ഡോൾസിനെ അടുത്തിടും. ഈ സമയത്ത് ആ സ്റ്റോറിന് വെളിയിൽ ഡെഞ്ചിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ കൂടെ ഡബിൾ ഹണ്ടേഴ്സ് വരും. എന്നാൽ അവരുടെ അടുത്ത് കൊനിഷിയും അവരുടെ ഗ്യാങ്ങും അപ്പിയർ ആയിട്ട് ഒറ്റ സെക്കൻഡിൽ തന്നെ ആ ഡബിൾ ഹണ്ടേഴ്സിനെ എല്ലാം കൊന്ന് ഡെഞ്ചി നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ സെക്കൻഡ് ഫ്ലോറിൽ കയറും. എന്നിട്ട് അവിടെ നിന്നിരുന്ന ഹണ്ടേഴ്സിനെയും ഡോൾസിനെയും അവൾ 2 സോഡ് യൂസ് ചെയ്ത് പപ്പായ ചെത്തും പോലെ അരിഞ്ഞു കൊല്ലും. ഈ കാര്യം ആക്കി ആ ഫ്യൂച്ചർ ഡബിളിന്റെ ഹെൽപ്പോടെ മനസ്സിലാക്കിയതും അവൻ ബാക്കിയുള്ളവരെ വാൺ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ആക്കിയും ആ ഏഞ്ചൽ ഡബിളും ഒരുമിച്ച് കൊനിഷിയുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങനെ അവൾ ഇപ്പോൾ ഡെഞ്ചിനെ നോക്കി ചെറിയാണ്. ആ ബിൽഡിങ്ങിന്റെ വെളിയിലാണെങ്കിൽ കൊനിഷിയുടെ ടീം വെളിയിൽ നിന്നിരുന്ന ബാക്കി ഡോൾസിനെ എല്ലാം കൊല്ലും. എന്നാൽ അവിടേക്ക് ഇപ്പോൾ കഷീബയും ടീമും വന്നെത്തും. ആ ബിൽഡിങ്ങിന്റെ അകത്താണെങ്കിൽ കൊനിഷി ഡെഞ്ചിയുടെ ടീമിനെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവളെ തടയാൻ വേണ്ടി ഉഷിയുടെ ഒക്ടോപസ് ഡബിളിനെ അവിടേക്ക് സമ്മൻ ചെയ്ത് എടുക്കും. എന്നാൽ കൊനിഷിക്ക് അതൊക്കെ വെറും പുല്ലായിരുന്നു. അങ്ങനെ അവൾ ഇപ്പോൾ യുഷിയുടെ കൊല്ലാൻ കത്തിപ്പൊക്കിയപ്പോൾ നമ്മുടെ കിഷീബെ യുഷിയുടെ ടീമിലുണ്ടായിരുന്ന 2 പേരെ കഴുത്തിന് പിടിച്ച് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെ 2 പേരെയും ഡെഞ്ചിനെയും പവറിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവൻ കൊനിഷിയുടെ അടുത്തൊരു നോട്ട് എഴുതി കാണിക്കും. അതിന്റെ അകത്ത് അവൻ എഴുതിയിരുന്നത് മാക്കിമ ഇവിടെ നടക്കുന്ന എല്ലാം കേൾക്കുന്നുണ്ട് എന്നായിരുന്നു. ആക്ച്വലി കിഷീബയും കൊനിഷുവും പഴയ കൂട്ടുകാരാണ്. ഇപ്പൊ അവൻ അടുത്ത നോട്ട് എഴുതി കാണിക്കും. അതിന്റെ അകത്ത് മാക്കിമയെ കൊല്ലാൻ സഹായിച്ചാൽ നിന്റെ ഫ്രീഡം ഞാൻ ഉറപ്പുവരുത്താം എന്നായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ആ ഓഫർ അവളെ റിഫ്യൂസ് ചെയ്തിട്ട് പറയും ഇതിലൊന്നും ഇൻവോൾവ് ആവാൻ എനിക്ക് താല്പര്യമില്ല. അവൾ അത് പറഞ്ഞു തീർന്നതും ആൾഡോ, അതായത് ആ അമേരിക്കൻ അസാസിൻ അവിടെ കയറി വന്ന് ഡെഞ്ചിയെ ഷൂട്ട് ചെയ്യും. അത് കണ്ട കിഷീബെ ഡെഞ്ചിയെ ചവിട്ടി മാറ്റി അതിൽ നിന്നും രക്ഷിക്കും. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ഡെഞ്ചി പിടിച്ചു വെച്ചിരുന്ന ആ പെണ്ണ് ഡെഞ്ചിയെ തിരിച്ചു പിടിച്ചു വയ്ക്കും. അത് കണ്ടതും കൊനിഷിയും കിഷീബയും പരസ്പരം കൊല്ലാനായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആ ഫൈറ്റിന് അവസാനം കൊനിഷി കിഷീബിനെ അവിടെ ഉണ്ടായിരുന്ന ആ വിൻഡോയിൽ കൂടെ എടുത്തെറിയും. എന്നാൽ സ്കിൽഡ് ആയിട്ടുള്ള കിഷീബെ അവന്റെ ഫാൾ ആ ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ സൈഡിൽ പിടിച്ച് റൈഡ് ചെയ്ത് സ്ലോ ആക്കും. അത് കാരണം അവൻ താഴെ വീണെങ്കിലും മരിച്ചില്ല. ഇപ്പോൾ ആൾഡോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മാറി മാറി ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആൾഡോനെയും കൊനിഷി എടുത്ത് ആ വിൻഡോയിലൂടെ കമ്പനിയുടെ കാറിന്റെ മുകളിൽ എടുത്തെറിയും. ഇപ്പോൾ പിഗിഡിയെ ഹോസ്റ്റേജ് ആക്കി വെച്ചിരിക്കുന്ന പവർ പറയും ഡെഞ്ചിനെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവളുടെ കഴുത്തിറക്കും. അപ്പോൾ തന്നെ നമ്മളെ പയ്യൻ ബിയം അവിടെ അപ്പിയർ ആയി ഡെഞ്ചി ആ പെണ്ണിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും. അപ്പോൾ തന്നെ ഡെഞ്ചി അവിടെ നിന്നും എസ്കേപ്പ് ആവും. അവന്റെ പുറകിൽ കൊനിഷിയും പോകും. എന്നാൽ നേരത്തെ കൊനിഷി അടിച്ചിട്ട യുഷിയുടെ അവളെ തടഞ്ഞിട്ട് വീണ്ടും ഒരു റീമാച്ച് വിളിക്കും. അങ്ങനെ അവിടെ തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഈ ടൈമിൽ ഡെഞ്ചിയും ആ ഭീമും ആ ബിൽഡിങ്ങിൽ നിന്നും എസ്കേപ്പ് ആവാൻ ഓടുന്ന സമയത്ത് ഡെഞ്ചിയുടെ കാലിൽ ടൊലിക്കെ ആണി പൊത്ത് കയറിയാണ്. അങ്ങനെ നേരത്തെ ആ ഹോട്ടലിൽ വെച്ച് കൊണ്ട 3 കുത്തും ഈ ആണിയും കൂടെ ചേർത്ത് 4 തവണ ആണി ഡെഞ്ചിയുടെ ദേഹത്ത് കൊണ്ട്. അങ്ങനെ ആ കേസ് ഡെവിളിന്റെ കേസ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ആ ഡെവിൾ ഇപ്പോൾ ഡെഞ്ചിയെ 2 ആയിട്ട് വലിച്ചു കീറുകയാണ്. ഇപ്പോൾ ഭീമിനെ ടോൾക്കർ പുറകിൽ നിന്ന് വന്ന് അടിച്ച് ബോധം കെടുത്തു. എന്നാൽ അവന്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള ആ പെണ്ണ്, അതായത് ടോൾക്ക, ഇപ്പോൾ ടോൾക്കറിന്റെ ദേഹത്തോട്ട് അവനെ ഒരു ഡോളായിട്ട് കൺവേർട്ട് ആകും. ഇൻഫാക്ട് ഈ പെണ്ണാണ് യഥാർത്ഥത്തിലുള്ള ആ ജർമ്മൻ അസാസിൻ. ആ കളവൻ ആക്ച്വലി ഇവള് കൺട്രോൾ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഹ്യൂമനോട് ഡോളാണ്. അങ്ങനെ ഇപ്പോൾ ആക്കിക്ക് ബോധം വന്നപ്പോൾ അവൻ കണ്ടത് കൊനിഷി യുഷിയുടെയും ആ വിൻഡോയിൽ കൂടെ എടുത്ത് വെളിയിൽ എറിയുന്നതാണ്. എന്നാൽ അവൻ ആ ഒക്ടോപസ് ഡബിൾ കയറി പിടിച്ച് താഴെ വീണ് മരിക്കാതെ രക്ഷിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന ബാക്കി ഡബിൾ ഹണ്ടേഴ്സ് കൊനിഷി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആവുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആക്കി അവന് ഫ്യൂച്ചർ ഡബിൾ കാണിച്ചു കൊടുത്തൊരു വിഷം കണ്ട് നെറ്റാണ്. ഇപ്പോൾ ആ ടോൾക്ക അവളുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ആ കളവനെ സാക്രിഫൈസ് ചെയ്യാണ്. അയാളോടൊപ്പം തന്നെ അവളെ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്ന 3 പിള്ളേരെ, അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ ആളുകളെയും നേരെ ഹെലിലോട്ട് സെൻഡ് ചെയ്യാനാണ്. ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും പെട്ടെന്ന് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. ഇപ്പോൾ ആ ബിൽഡിങ്ങിന് വെളിയിലുണ്ടായിരുന്നവരെല്ലാം ഒരു 6 കൈയുള്ള ഒരു വലിയ ജിന്റെ ഹാൻഡ് ആ ബിൽഡിങ്ങിനെ ഒന്ന് ഇടിച്ച് നശിപ്പിച്ചതുകൊണ്ട് നെറ്റ് ധരിച്ച് നിൽക്കും. അപ്പോൾ ഇതിന്റെ അടുത്ത ഇഷ്യൂമായിട്ട് വരാം. ഓക്കെ, ബൈ.